അങ്ങനെയെങ്കിൽ മനോലൈംഗിക വികാസ ഘട്ടത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോലൈംഗിക വികാസ ഘട്ടങ്ങളിൽ 5 ഘട്ടങ്ങളുള്ളതിൽ മൂന്നാമത്തെ ഘട്ടത്തെ കുറിച്ച് പഠിക്കാം. ലിംഗഘട്ടം അഥവാ ലൈംഗിക അവയവഘട്ടം അഥവാ ഫാലിക് സ്റ്റേജ്. അപ്പം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു 5 ഘട്ടങ്ങൾ? ഇതുവരെ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഓറൽ സ്റ്റേജ് അഥവാ വദനഘട്ടം, പൃഷ്ഠഘട്ടം അല്ലെങ്കിൽ ഗുദഘട്ടം അല്ലെങ്കിൽ ആനൽ സ്റ്റേജ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തതാണ് ലിംഗഘട്ടം അഥവാ ലൈംഗിക അവയവഘട്ടം അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ്. 2 വയസ്സ് വരെ ആയിരുന്നു ഓറൽ സ്റ്റേജ് അഥവാ വദനഘട്ടം, 2-3 വയസ്സായിരുന്നു പൃഷ്ഠഘട്ടം ഗുദഘട്ടം അഥവാ ആനൽ സ്റ്റേജ്. എന്നാൽ 3 മുതൽ 5 വയസ്സ് വരെയാണ് ഫാലിക് സ്റ്റേജ് അഥവാ ലിംഗഘട്ടം അല്ലെങ്കിൽ ലൈംഗിക അവയവഘട്ടം. അപ്പൊ ഒരു കുട്ടിയുടെ വളർച്ച ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. കാണുന്നതെല്ലാം എടുത്ത് വായിലിടാൻ തോന്നുന്ന ഓറൽ സ്റ്റേജ് അഥവാ വദനഘട്ടം കഴിയുന്നു 2 വയസ്സുകൊണ്ട്. പിന്നെ എവിടേക്ക് എത്തുന്നു? ഗുദഘട്ടത്തിലേക്ക് എത്തുന്നു. അവിടെ മലദ്വാരമായിരുന്നു ഉദ്ദീപന മേഖല. പിന്നെ കുട്ടി എവിടെ എത്തുന്നു? 3 മുതൽ 5 വയസ്സ് വരെ ലിംഗഘട്ടം അഥവാ ലൈംഗിക അവയവഘട്ടം അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ്. ഇവിടെ ഉദ്ദീപന മേഖല ലൈംഗിക അവയവങ്ങൾ തന്നെയാണ്. കുട്ടികളുടെ ലൈംഗിക അവയവങ്ങളാണ് ഈ 3 മുതൽ 5 വയസ്സ് വരെ അഥവാ ലിംഗഘട്ടത്തിലുള്ള ഉദ്ദീപന മേഖല. ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്ന ഘട്ടമാണിത്. കുട്ടികള് ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്ന ഘട്ടമാണിത്. ലൈംഗിക വികാരങ്ങൾ ആദ്യമായി ഉടലെടുക്കുന്നത് ലിംഗഘട്ടത്തിലാണ്. ലിംഗഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതകളാണ് പിതൃകാമനയും മാതൃകാമനയും. ആ വാക്കുകൾ അങ്ങനെ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത്. ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും. അത് രണ്ടും കേട്ടിട്ടുണ്ടല്ലോ. ഈഡിപ്പസ് ഒരു പുരാണ കഥാപാത്രമാണ് അല്ലെ. എന്താ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ? ആൺകുട്ടിക്ക് മാതാവിനോടുള്ള വൈകാരികമായ സ്നേഹവും അഭിനിവേശവും താല്പര്യവും പിതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണിത്. അപ്പോ 3 മുതൽ 5 വരെ വയസ്സുള്ള കാലഘട്ടത്തിൽ കുട്ടിയെ ഫാലിക് സ്റ്റേജ് അഥവാ ലിംഗഘട്ടം അല്ലെങ്കിൽ ലൈംഗിക അവയവഘട്ടമാണ്. ഈ പ്രായത്തിലുള്ള ആൺകുട്ടിക്ക് മാതൃകാമന അഥവാ ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടാവുന്ന പറയുന്നത്. ആൺകുട്ടിക്ക് മാതാവിനോടുള്ള വൈകാരിക സ്നേഹവും അഭിനിവേശവും പിതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് മാതൃകാമന അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ്. ഇതിന്റെ ഫീമെയിൽ വേർഷനോ പിതൃകാമന അല്ലെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സ്. അതായത് പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും ആഗ്രഹവും മാതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാകുന്ന മാനസിക സംഘർഷമാണ് പിതൃകാമന അഥവാ ഇലക്ട്ര കോംപ്ലക്സ്. ഈ പിതൃകാമനയും മാതൃകാമനയും കണ്ടുവരുന്നത് 3 മുതൽ 5 വയസ്സ് വരെയുള്ള ലിംഗഘട്ടത്തിലാണ്, ലൈംഗിക അവയവഘട്ടത്തിലാണ്. ഈ പറഞ്ഞ 2 കോംപ്ലക്സുകൾ, ആൺപിള്ളേരുടെ കേസ് പെൺപിള്ളേരുടെ കേസ്, ഈ 2 കോംപ്ലക്സുകൾ ഉയർത്തുന്ന മാനസിക സംഘർഷത്തിന് ഇത് വരുമ്പോൾ ഭയങ്കര മാനസിക സംഘർഷം വരും. വിജയകരമായ പരിഹാരം കാണുക എന്നത് ആരോഗ്യകരമായ വ്യക്തിത്വ വികസനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുകയാണ്. അപ്പൊ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഈ മാതൃകാമന പിതൃകാമനയൊക്കെ വരുമ്പോൾ, ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ വരുമ്പോൾ വലിയ മാനസിക സംഘർഷം വരും. ആ സംഘർഷം കൃത്യമായിട്ട് പരിഹരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വ്യക്തിത്വം നന്നായിട്ട് മുന്നോട്ട് പോകും, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറയാണ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന മനോലൈംഗിക വികാസ ഘട്ടങ്ങളിൽ മൂന്നാമത്തെ ഘട്ടം ലിംഗഘട്ടം അഥവാ ലൈംഗിക അവയവഘട്ടം ഫാലിക് സ്റ്റേജ്. 3 മുതൽ 5 വയസ്സ് വരെ പ്രായം. ആൺപെൺ വ്യത്യാസം തിരിച്ചറിയുന്ന ഘട്ടം, ഉദ്ദീപന മേഖല, ലൈംഗിക അവയവങ്ങൾ. ലൈംഗിക വികാരങ്ങൾ ആദ്യമായി ഉടലെടുക്കുന്നത് ഈ ലിംഗഘട്ടത്തിലാണ്. ലിംഗഘട്ടത്തിൽ കാണപ്പെടുന്ന 2 പ്രത്യേകതകളാണ് പിതൃകാമനയും മാതൃകാമനയും. മാതൃകാമന ഈഡിപ്പസ് കോംപ്ലക്സ് ആൺപിള്ളേരുടെ കാര്യമാണ്. ആൺകുട്ടിക്ക് മാതാവിനോടുള്ള വൈകാരികമായ സ്നേഹവും അഭിനിവേശവും പിതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാവുന്ന മാനസിക സംഘർഷമാണിത്. പിതൃകാമന അഥവാ ഇലക്ട്ര കോംപ്ലക്സ് പെൺകുട്ടികൾക്ക് പിതാവിനോടുള്ള സ്നേഹവും ആഗ്രഹവും മാതാവിനോടുള്ള അസൂയയും ശത്രുതയും നിമിത്തം ഉണ്ടാവുന്ന മാനസിക സംഘർഷമാണിത്. ഈ കോംപ്ലക്സുകൾ ഉയർത്തുന്ന മാനസിക സംഘർഷത്തിന് വിജയകരമായ പരിഹാരം കാണുക എന്നത് നല്ല വ്യക്തിത്വ വികസനത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ആര് പറയുന്നുണ്ട്? സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4ാമത്തെ ഘട്ടം നോക്കാം.